അത് മാത്രമല്ല, നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ഓപ്ഷൻസ് ഒക്കെ വരും നിങ്ങളുടെ മുന്നിലേക്ക്. അപ്പോൾ നിങ്ങൾ സ്റ്റഡീസ് ഡ്രോപ്പ് ചെയ്തിട്ട് അതിലേക്ക് നോക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ ഉഡായിപ്പോ വർക്ക് പെർമിറ്റ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫണ്ട് ലോസ് ആവും. യൂണിവേഴ്സിറ്റി ഓർ കോളേജ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്യും, വിസ എന്ത് ചെയ്യും, വിഡ്രോ ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കാമിങ് ഒരുപാടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോരുത്തരും നിങ്ങളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ട്, അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ള മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും മുന്നോട്ട് അങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോൾ അവിടെ പോയിട്ട് കോളേജിൽ ഒരു സ്റ്റുഡൻറ്റ് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലും ഒക്കെ നമ്മളെ സ്റ്റുഡൻസിനെ തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇത്രയും ഈ ഒരു ടൈം ഓഫ് പീരീഡ് നിങ്ങൾ എന്തായാലും 2 മാസം 3 മാസം അല്ലെങ്കിൽ 4 മാസമായിട്ട് സ്കൈമാർക്കിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ഓഫ് പീരീഡിൽ നമ്മുടെ സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൗൺസിലേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് പലതും കണ്ടിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോവുക. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു മുമ്പ് നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റുഡൻസിനും കൊടുത്തിട്ടുള്ള സപ്പോർട്ട്. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട്സ് ഒക്കെ ഓക്കെയാണ്, നിങ്ങളിതെല്ലാം സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുക, സ്കൈമാർക്കിനെയും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മളെ സ്റ്റുഡൻസിന് വേണ്ട ഹെൽപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഒരു ടീം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളൊരു ടീമിന് സപ്പോർട്ടീവായിട്ട് നിന്ന് കൊടുക്കണം. സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്.